ഒരിക്കലും ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കൗൺസിലിംഗിന്റെ ഇടയിൽ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതാ. അതിലുള്ള ചാറ്റ് ഹിസ്റ്ററി, വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയില് മുളക് പൊടി, ഉപ്പ്, തക്കാളി, പഞ്ചസാര, അരി, റീചാർജ്. വീണ്ടും ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര, തക്കാളി, ക്യാരറ്റ്, റീചാർജ്. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ. അപ്പൊ പറഞ്ഞെടുത്തു അതിന്റെ ഇടയ്ക്ക് ഒരു വാക്കും കൂടെ ഉൾപ്പെടുത്താന്, അല്ലെങ്കിൽ അതൊക്കെ മറന്നു പോവേ. കാരണം പുറത്ത് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് മക്കള് നടക്കുമ്പോ, പുറത്ത് ലിവിങ് ടുഗദറും ഡേറ്റിംഗും ഉണ്ടാവുമ്പോ, പുറത്തുനിന്ന് ഈ പറഞ്ഞ സ്നേഹപ്രകടനങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് സുലഭമായി മക്കൾക്ക് ലഭിക്കുമ്പോ അതിന്റെ ഒരു അണമണി തൂക്കം പോലും പൊരന്റെ ഉള്ളിൽ കാണില്ല. വീടിന്റെ ഉള്ളില് അതിൻ്റെതായ ഒരു പ്രകടനവും കാണുന്നില്ല എങ്കിൽ അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ, 1500 വർഷങ്ങൾക്ക് മുൻപ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കണം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇത് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേന് വറ്റി വരണ്ടു പോവാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത്. അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോഴേ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം, സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണുമ്പോഴേ മക്കൾ ആഗ്രഹിക്കുള്ളൂ. പുറത്ത് കാണുന്ന ലിവിങ് ടുഗദർ ഒന്നും അല്ല. ഹലാൽ ഹറാമായ ബന്ധങ്ങളിലേക്കല്ല പോവേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഹലാലായ ബന്ധമുണ്ട്, ഹലാലായ പ്രണയമുണ്ട്. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്ന ഭർത്താവിനെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മളെ പെൺകുട്ടികൾ പറയണമെങ്കിൽ വാപ്പ അങ്ങനെ ആവണം. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മൾ ആൺകുട്ടികൾ പറയണമെങ്കിലേ ഉമ്മ വീട്ടിൽ അങ്ങനെയാവണം.